പ്രിയമുള്ളവരെ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ആട്ടിടയന്റെ അരികിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അതാ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അധികാരത്തിന്റെ നിലവിലിരിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഒരു ആട്ടിടയന്റെ അരികിലൂടെ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ പടച്ചുറപ്പേ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതാ അവിടുന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടതുകൊണ്ട് അതാ അവിടുന്ന് ഈ ആട്ടിടയൻ അവിടുന്ന് പറയുകയാണ്, ഈ ആട്ടിടയൻ അവിടുന്ന് പറയുകയാണ്, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹുവേ വലിയ രാജാധികാരം നൽകപ്പെട്ടിരിക്കുകയാണല്ലോ. അല്ലാഹുവേ ഇത് കേട്ടപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് തന്റെ പടച്ചുറപ്പെ താൻ സഞ്ചരിക്കുന്ന തന്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് കടന്നു വരികയാണ്. എന്നിട്ട് അവിടുന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, അങ്ങനെ പറയല്ലേ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. ഒരിക്കലും തന്നെ നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ അങ്ങനെ ഒരു വാക്കിനെ പറയാൻ പാടില്ല. പടച്ചുറപ്പെ അവിടുന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്തെന്നറിയോ, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഈ രാജാധികാരമുണ്ടല്ലോ, ഈ രാജാധികാരമുണ്ടല്ലോ, ഇത് ഏത് സമയത്ത് വേണമെങ്കിലും നശിച്ചു പോകാമല്ലോ. ഈ രാജാധികാരത്തിൽ നിന്ന് ഏത് സമയത്ത് വേണമെങ്കിലും ഞാൻ പിന്തിരിയാമല്ലോ. ഇതിൽ നിന്ന് എനിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എനിക്ക് മാറാൻ കഴിയുമല്ലോ. ഇത് നഷ്ടപ്പെടാൻ ജീവിതത്തിൽ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തന്ന കാര്യമുണ്ടല്ലോ, ഇത് എന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമല്ലോ. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെയോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ നഷ്ടപ്പെടാത്ത കാര്യമാണ് പ്രിയമുള്ളവരെ തസ്ബീഹ് ചൊല്ലുന്നത്. അല്ലാഹുവേ ഒരുപാട് ദിക്ർ ചൊല്ലുന്നതെന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എല്ലാ ജോലിയും നമുക്ക് നഷ്ടപ്പെടാം, നമ്മുടെ ആരോഗ്യം നമുക്ക് നഷ്ടപ്പെടാം, നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെടാം. പടച്ചുറപ്പേ എത്രയോ ആളുകളുണ്ടല്ലോ വലിയ വലിയ കോട്ടകൊത്തളങ്ങൾക്ക് ഉള്ളിലേക്ക് കയറിയിരുന്നിട്ട് ലക്ഷങ്ങൾ കൊടുത്തിട്ട് കോടികൾ മുടക്കിയിട്ട് വീടുകൾ നിർമ്മിക്കുകയാണ്. പടച്ചുറപ്പേ എത്രയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷങ്ങൾ മാസം ശമ്പളം മേടിക്കുന്ന ജോലി തന്നിരിക്കുകയാണ്. ശരീരത്തിന് അല്ലാഹു തആല വലിയ ആരോഗ്യം തന്നിരിക്കുകയാണ്. നല്ല മസിൽ പവർ ഉണ്ട്. ശരീരത്തിന് ഒരു രോഗം വന്നാൽ പോരെ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ പടച്ചുറപ്പേ നമുക്ക് നശിച്ചു പോകാൻ, ശരീരത്തിന്റെ ആരോഗ്യം നശിച്ചു പോകാൻ രോഗം മതിയല്ലോ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടാൻ പടച്ചു തമ്പുരാൻ ഒരു രോഗം തന്നു കഴിഞ്ഞാൽ മതിയല്ലോ. ഒരു ക്യാൻസർ എങ്ങാനും നമുക്ക് തന്നു കഴിഞ്ഞാൽ പടച്ചുറപ്പേ മാറാവ്യാധി രോഗങ്ങൾ തന്ന പകർച്ചവ്യാധി രോഗത്തേക്ക് അല്ലാഹു തആല ഇറക്കി വെച്ചാൽ അല്ലാഹുവേ മതിയല്ലോ. നമ്മുടെ എല്ലാവിധ സമ്പത്തും നമ്മുടെ അധികാരവും നമ്മുടെ എല്ലാ കാര്യങ്ങളും ദുനിയാവിന് നഷ്ടപ്പെടാൻ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും പടച്ചുറപ്പേ നഷ്ടപ്പെടാത്ത കാര്യമാണ് ദിക്ർ ചൊല്ലുക, ഒരുപാട് തസ്ബീഹുകൾ ചൊല്ലുക, അല്ലാഹുവിന്റെ നന്മകൾ ചെയ്യുക. ഈ ദുനിയാവിന്റെ മുകളിൽ നമ്മൾ എല്ലാം സമ്പാദിച്ചു വെച്ചിട്ട്, എല്ലാം നമ്മൾ ശേഖരിച്ചു വെച്ചിട്ട് ഇതെല്ലാം ഉടനെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതാ. ഏത് സമയത്ത് വേണമെങ്കിലും നഷ്ടപ്പെടാമല്ലോ. നഷ്ടപ്പെടാത്തത് അല്ലാഹ് ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ എത്രത്തോളം നന്മകൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ, എത്രത്തോളം സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ, അതൊന്നും ഒരിക്കലും തന്നെ നഷ്ടപ്പെടുന്നതല്ല. തന്റെ ജീവിതത്തിൽ അതൊന്നും നഷ്ടപ്പെടില്ലെന്ന് അതാ അവിടുന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാ.
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവിടുന്ന് പറയുകയാണ് അലൈക്കും ബിദിക്രില്ലാഹി തആല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവിടുന്ന് പറയുകയാണ് നിങ്ങൾ അല്ലാഹുവിനെ സ്മരിച്ചു കൊള്ളുക, പടച്ച തമ്പുരാനെ നിങ്ങൾ സ്മരിക്കുക, ആ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഹൃദയത്തിലേക്ക് നിങ്ങൾ ചേർത്ത് വെക്കുക. അല്ലാഹുവേ മഹാനവറുകൾ പറയുകയാണ് ഫഇന്നഹു ശിഫാഉൻ വഇയ്യാകും വദിക്റൻ നാസ് ഫഇന്നഹു അല്ലാഹ്. ആ പടച്ച തമ്പുരാനെ സ്മരിക്കുക എന്നത്, ആ പടച്ച തമ്പുരാനെ സ്മരിക്കുക എന്നത് അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിന്റെയും ശമനമാണല്ലോ. അത് വല്ലാത്തൊരു ശമനമാണ്. മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുന്നതിന്, ശരീരത്തിന്റെ രോഗത്തിന്, മനസ്സിന്റെ രോഗത്തിന്, മനസ്സമാധാനം നഷ്ടപ്പെടുമ്പോൾ ദിക്ർ ചൊല്ലുന്നത് പടച്ച തമ്പുരാൻ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നത്. അല്ലാഹുവേ പടച്ച തമ്പുരാനെ അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുകയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്കും അതൊരു ശമനമാണല്ലോ. നിങ്ങളെയും ജനങ്ങളെ സ്മരിക്കുന്നതിനെയും ഭയക്കുക, കാരണം അത് രോഗമാണ്. ജനങ്ങളെ സ്മരിച്ചു കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ, പടച്ചുറപ്പേ മറ്റുള്ളവർ അല്ലാഹുവേ പടച്ചുറപ്പേ ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളോ, അടിമകളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളോ, അതൊരു രോഗമാണ്, രോഗമാണെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുകയാണ്. പിന്നെ എന്താണ് ഉമ്മ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കൊണ്ടു നടക്കേണ്ടത്? ആരെയാണ് നമ്മൾ ഓർക്കേണ്ടത്? ആരെയാണ് നമ്മൾ അറിയേണ്ടത്? അത് സൃഷ്ടാവായ ലോകത്തിന്റെ രക്ഷിതാവായ പടച്ച തമ്പുരാനുണ്ടല്ലോ. ആ പടച്ച തമ്പുരാനെയാണ്, ആ അല്ലാഹുവിനെയാണ് നമ്മൾ അറിയേണ്ടത്. ആ പടച്ച തമ്പുരാനെയാണ് നമ്മൾ സ്മരിക്കേണ്ടതെന്ന് ആ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനകത്തേക്ക് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഓടി വന്നാൽ, നമ്മുടെ ഹൃദയത്തിലേക്ക് വിഷമങ്ങൾ ഓടി വന്നാൽ, നമ്മുടെ എല്ലാ ബാധ്യതകളും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടോ പടച്ചുറപ്പെ കുന്നുകൂടിയിട്ട് നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത നിലയിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിച്ചാൽ ഒരുപാട് ദിക്റുകൾ ചൊല്ലാൻ മനസ്സ് നീ കാണിച്ചോ, എല്ലാ പടച്ച തമ്പുരാനിലേക്ക് പരമേൽപ്പിച്ചിട്ടോ നമ്മുടെ മനസ്സിന് അല്ലാഹുവിലേക്കൊന്ന് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണേ. പാതിരാ സമയത്തിന്റെ നിശബ്ദതയിലോ പടച്ചുറപ്പെ അവിടെ നിന്ന് പൊട്ടിക്കരയാ എല്ലാവരും പടച്ചുറപ്പെ കിടന്നിറങ്ങുന്ന സമയത്തോ നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് ഇരുന്നിട്ടോ അവിടെ നിന്ന് കരയാനുള്ള മനസ്സിന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ പടച്ച തമ്പുരാനിലേക്ക് നമ്മൾ അടുപ്പിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ അല്ലാഹുവിലേക്ക് അടുപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹ് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനകത്തേക്ക് വിഷമങ്ങൾ കടന്നു വരുമ്പോൾ, എല്ലാ വേദനകളും കടന്നു വരുമ്പോൾ അല്ലാഹുവേ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക. നമ്മുടെ ജീവിതത്തിൽ ദിക്റുകളെ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ധന്യമാക്കുക. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹ് നമുക്ക് ബോധം തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരിക്കലും തന്നെ പടച്ച തമ്പുരാനെ നമ്മൾ കൈവിടാതിരിക്കുക. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയാൻ, ഈ രാജാധികാരം ഇതൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും നഷ്ടപ്പെടാം. ഈ കാണുന്ന അധികാരം, ഇരിക്കുന്ന എല്ലാ അധികാരങ്ങളും ഏത് സമയത്ത് വേണമെങ്കിലും നഷ്ടപ്പെടാം. പക്ഷെ ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ പിടിച്ചു നിർത്തുന്നത്, നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടാതെ പോകുന്നത്, ഈ ദുനിയാവിന്റെ മുകളിലൂടെ കടന്നു പോകുമ്പോൾ അവൻ ഒരുപാട് ദിക്ർ ചൊല്ലിയാൽ
അതവിടെ ഉണ്ടാകും. ഒരുപാട് തസ്ബീഹ് ചൊല്ലിയാൽ അതവിടെ ഉണ്ടാകുമെന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് പഠിപ്പിക്കും. അല്ലാഹു ബോധം തരട്ടെ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ദിക്ർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലഹരിയാണ്. ജനങ്ങളെയാണ് നമ്മൾ സ്മരിക്കുന്നത് എങ്കിൽ എൻ്റെ പ്രിയമുള്ളവർ ഇത് രോഗമാണ് എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു എന്നുള്ള ചിന്ത എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. അല്ലാഹുവിനെ സ്മരിക്കുന്ന ഒരു ബോധം, ഒരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ വരണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ കുടുങ്ങി നിന്ന ഒരു സമയമുണ്ടായിരുന്നു. വല്ലാതെ പ്രയാസപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചൊല്ലിയ പരിശുദ്ധമായ ദിക്റാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് മഹത്വമായി പഠിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഒരിക്കലും മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹുമായിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ പടച്ചുറപ്പെ വ്യഭിചാര ആരോപണം അന്ന് അറേബ്യൻ സമൂഹം മുഴുവൻ നടത്തുകയുണ്ടായി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത വിഷമമായി. ബഹുമാനപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. സ്വഹാബത്തൊക്കെ ചില ആളുകൾ പറയാൻ തുടങ്ങിയത് സത്യമാണ്. ഏറ്റവും ഉറ്റവരും ഉടയവരും എല്ലാവരും പറയാൻ തുടങ്ങിയ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തെറ്റുകാരിയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ദുഃഖിതയാണ്. എല്ലാവരും പടച്ചുറപ്പെ ഇങ്ങനെ പ്രയാസത്തിലിരിക്കുമ്പോൾ അതാ പടച്ചുറപ്പെ അറേബ്യൻ സമൂഹം മുഴുവനും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ ഒറ്റപ്പെടുത്തുകയാണ്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ചുറപ്പെ അവിടുന്ന് വല്ലാത്ത വേദനയിലാണ്. കാരണം എന്തെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയെ കുറിച്ചിട്ടാണല്ലോ പടച്ചുറപ്പെ എല്ലാവരും ഇങ്ങനെ പറയുന്നത്, എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വല്ലാതെ കരയുകയാണ്. നബിയെ, ഞാനൊന്നും ചെയ്തിട്ടില്ല നബിയെ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലോ, ഞാനൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയുകയാണ്. പടച്ചുറപ്പെ എല്ലാവരും സിദ്ദീഖ് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടോ എല്ലാവരും പറയുകയാണല്ലോ, നബിയെ നിങ്ങളുടെ ഭാര്യ തെറ്റുകാരിയാണല്ലോ, ആയിഷ തെറ്റുകാരിയാണ് എന്നവിടെ നിന്ന് പറയുകയാണല്ലോ. അതാ പടച്ചുറപ്പെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കൊണ്ടുപോകാനതാ കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ കണ്ണുകൾ നിറയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് പടച്ചുറപ്പെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, ആയിഷ നമുക്ക് വീട്ടിലേക്ക് പോകാമല്ലോ ആയിഷ. അല്ലാഹുവേ, പടച്ചുറപ്പെ തന്റെ പ്രിയപ്പെട്ട വാപ്പാനെ കയ്യിൽ പിടിച്ചിട്ടോ അല്ലാഹുവേ അവിടുന്ന് പറയുകയാണ്, വാപ്പാ ഈ ദുനിയാവിൽ ഞാൻ റസൂലുള്ളാഹിന്റെ ഭാര്യയാണല്ലോ, ഈ ആയിഷ എങ്ങനെയാണ് വാപ്പാ തെറ്റുകൾ ചെയ്യുന്നത്? ഈ ആയിഷക്ക് തെറ്റ് ചെയ്യാൻ കഴിയുമോ വാപ്പാ? പടച്ചുറപ്പെ ആര് തന്നെ കഴിവഴിഞ്ഞാലും തന്റെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും ചേർത്ത് പിടിക്കുമല്ലോ, എല്ലാവരും ചേർത്ത് പിടിക്കുമല്ലോ. പടച്ചുറപ്പെ നാട്ടുകാരും കൂട്ടുകാരും കൂടപ്പിറപ്പുകൾ എല്ലാവരും കഴിവഴിഞ്ഞാൽ അവസാന സമയത്ത് നമ്മെ ചേർത്ത് പിടിക്കുന്നത് പടച്ചുറപ്പെ മാതാപിതാക്കളാണല്ലോ. അവിടുന്ന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോലും പടച്ചുറപ്പെ അവിടുന്ന് പറയുന്നു, ആയിഷ
എല്ലാവരും പറയുന്നത് നീ തെറ്റുകാരിയാണെന്നാണ് ആയിഷ. നമ്മൾ എന്ത് ചെയ്യും ആയിഷ? എല്ലാവരും ഇങ്ങനെയാണല്ലോ പറയുന്നത്. ഇതങ്ങ് പറയുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട വാപ്പാനെ കയ്യെ പിടിച്ചിട്ടോ ആയിഷ ബീവി റളിയല്ലാഹു തആല കടന്നു ചെല്ലുകയാണ് തന്റെ വീട്ടിലേക്ക്. ഓരോ പടച്ചുറപ്പേ നമസ്കാര സമയത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് പോകും. അല്ലാഹുവേ, തന്റെ വീട്ടിലിരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. അവിടെ നിന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. ഒരുപാട് ദിക്റുകൾ ചൊല്ലുകയാണ്, സലാത്തുകൾ ചൊല്ലുകയാണ്. പടച്ചുറപ്പേ, ഓരോ സമയം ഇങ്ങനെ നോക്കുമ്പോൾ പടച്ചുറപ്പേ വഴികളിലേക്ക് നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടോ, എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടോ? പടച്ചുറപ്പേ, ആയിഷ ബീവി റളിയല്ലാഹു തആല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പടച്ചുറപ്പേ അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല ഇരിക്കുന്നത്. അതാ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടച്ചുറപ്പേ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ലല്ലോ, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ലല്ലോ. അവിടുന്ന് വല്ലാത്ത പ്രയാസത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് പടച്ചുറപ്പേ അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല കടന്നു വരികയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഉമറേ, ആയിഷാനെ കുറിച്ചിട്ടോ എല്ലാവരും ഇതാ ഇങ്ങനെ കുറ്റം പറയുകയാണല്ലോ, അവൾ വ്യഭിചരിച്ചെന്ന് പറയുകയാണല്ലോ. ഉമറേ, ആയിഷ ബീവി റളിയല്ലാഹു തആല തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഉമറേ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പടച്ചുറപ്പേ ദുഃഖിതനായിരിക്കുന്ന പ്രവാചകര് അതാ അവിടുന്ന് പടച്ചുറപ്പേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ തങ്ങളോട് ചോദിക്കുമ്പോ ഉമർ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഒരിക്കലുമില്ല നബിയേ, ഒരിക്കലുമില്ല നബിയേ, ഞാൻ ഒരിക്കലും തന്നെ വിശ്വസിക്കുന്നില്ല നബിയേ. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചോദിക്കുന്നു, എന്താണ് ഉമറേ നീ ഇങ്ങനെ പറയാനുള്ള കാരണം? എല്ലാവരും ആയിഷ തെറ്റുകാരിയാണെന്ന് പറയുമ്പോ, ആയിഷ ബീവി തെറ്റുകാരിയാണെന്ന് പറയുമ്പോ നീ മാത്രമല്ലേ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല പടച്ചുറപ്പേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുകയാണ്, ഒരിക്കലും ആയിഷ തെറ്റുകാരിയാകുന്നതല്ല. ഒരിക്കലും നബിയെ അങ്ങയോട് ഞങ്ങൾ ചോദിച്ചല്ലോ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ശരീരത്തിലേക്കൊക്കെ പടച്ചുറപ്പേ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ ചിറകിട്ട് പറന്നു പോകുന്ന ഈച്ചയുണ്ടല്ലോ, ഈച്ചയെന്ന് പറയുന്ന ചെറിയ പ്രാണിയുണ്ടല്ലോ, അത് ഞങ്ങളുടെ ശരീരത്തിലെല്ലാം വന്നിട്ട് കയറിയിരിക്കുമ്പോ പടച്ചുറപ്പേ റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് ഒരു ഈച്ച പോലും ഇരിക്കുന്നില്ലല്ലോ, ഒരു ഈച്ച പോലും ഇരിക്കുന്നില്ലല്ലോ. അല്ലാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ തങ്ങൾ ഒരിക്കൽ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, നിങ്ങളുടെ ശരീരത്തിൽ എന്തേ ഈച്ചയിരിക്കാത്തത്? ഞങ്ങളുടെ ശരീരത്തിലൊക്കെ ഈച്ചയിരിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് ഈച്ചയിരിക്കാത്തതെന്ന് ചോദിക്കുമ്പോ പടച്ചുറപ്പേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുകയാണ്, യാ സഹാബാ, ഈച്ചയെന്ന് പറഞ്ഞാൽ ഒരുപാട് മോശമായ സ്ഥലങ്ങളിലൂടെ പോകുന്നതാണല്ലോ, ഒരുപാട് വേസ്റ്റിലൂടെ കടന്നു പോകുന്നതാണല്ലോ, മലവും മൂത്രവും കൂട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൂടെ ഈച്ച ഇങ്ങനെ കിടക്കുകയാണല്ലോ, അതിലൂടെ സഞ്ചരിക്കാറുണ്ടല്ലോ. പടച്ചുറപ്പേ അതിന്റെ ശരീരത്തിൽ നജസുണ്ടല്ലോ.
പടച്ചറബേ അതിന്റെ ശരീരത്തിലോ നജസുണ്ടല്ലോ, എന്റെ ശരീരത്തിലേക്ക് നജസങ്ങ് പറ്റിപ്പിടിക്കുന്നതോ ആ ഈച്ചെങ്ങാനും ഒരു കാഷ്ടത്തിൽ ഇരുന്നു കൊണ്ട് എന്റെ ശരീരത്തിലേക്ക് വന്നിരുന്നാൽ എന്റെ ശരീരത്തിലും നജസാകുമല്ലോ, എന്റെ ശരീരത്തിനകത്തും നജസാകുമല്ലോ. സിട്ടാവായ പടച്ച തമ്പുരാനിക്ക് ഇഷ്ടമല്ല എന്നവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതാകുമ്പോൾ തങ്ങൾ പറയുകയാണ്, നബിയെ ഞാനൊരു ദിവസം ചോദിച്ചപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ലേ പറഞ്ഞതോ? വ്യഭിചാരി എന്ന് പറഞ്ഞാൽ അവള് ജീവിതത്തിൽ ശുദ്ധിയില്ലാത്തവളല്ലേ നബിയെ? അവള് ശുദ്ധിയില്ലാത്തവളല്ലേ നബിയെ? നന്മകളില്ലാത്തവളല്ലേ നബിയെ? അതുകൊണ്ട് എങ്ങനെയാണ് ഒരു വ്യഭിചാരിയായ പെണ്ണിന് പടച്ചുറപ്പേ നബിയെ നിങ്ങൾക്ക് ഒരിക്കലും തന്റെ ഭാര്യയായിട്ട് അല്ലാഹു നൽകുമോ? അല്ലാഹു നൽകുമോ? അല്ലാഹു എങ്ങനെയാണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ചോദിക്കുകയാണ്. പടച്ചുറപ്പേ കുറച്ചു കഴിഞ്ഞപ്പോ ദുഃഖിതനായിരിക്കുന്ന പ്രവാചകന്റെ മുമ്പിലേക്ക് അതാ ഉസ്മാൻ തങ്ങൾ കടന്നു വരികയാണ്. ഉസ്മാൻ തങ്ങൾ കടന്നു വരികയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, മുത്തനബി ചോദിക്കുകയാണ്, ഉസ്മാൻ തങ്ങളെ ആയിഷ ബീവിയെ കുറിച്ചിട്ട് എല്ലാവരും ഇതാ അവിടുന്ന് വല്ലാത്ത ആരോപണങ്ങൾ പറയുകയാണല്ലോ, വല്ലാത്ത കുറ്റപ്പെടുത്തുകയാണല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുമോ ഉസ്മാൻ തങ്ങളെ? പടച്ചുറപ്പേ ഇതങ്ങ് പറയേണ്ട താമസമതാ. ഉസ്മാൻ തങ്ങളെ പറഞ്ഞു കൊടുക്കുന്ന നബിയെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തന്ന വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. വ്യഭിചാരിയായ പെണ്ണിനെ കുറിച്ചിട്ടോ ഒരു വ്യഭിചാരിയെ കുറിച്ചിട്ടോ അവിടെ നിന്ന് പറഞ്ഞത് ക്വാളിറ്റി കുറഞ്ഞ കുടുംബമാണെന്നാണല്ലോ നബിയെ. അങ്ങയുടെ കുടുംബം അങ്ങ് വല്ലാതെ ക്വാളിറ്റിയുള്ള കുടുംബമാണല്ലോ. അങ്ങയുടെ കുടുംബം എവിടുന്ന് ഒരിക്കലും തന്നെ ക്വാളിറ്റി കുറഞ്ഞ കുടുംബമല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഒരു വ്യഭിചാരിയായ പെണ്ണോ നബിയെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നതോ, നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതോ? എന്റെ പ്രിയമുള്ളവരെ ഉസ്മാൻ തങ്ങൾ പറയുകയാ, ആയിഷ ബീവിയെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് കെട്ടിയതല്ലല്ലോ, അത് അല്ലാഹ് പറഞ്ഞിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കെട്ടിയതാണല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാനലോകത്ത് നിന്ന് ഈ അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടല്ല നബിയെ നിങ്ങൾ വിവാഹം കഴിച്ചതോ? എന്നിട്ടെങ്ങനെ ഒരു ശുദ്ധിയില്ലാത്ത പെണ്ണിനെ വിവാഹം കഴിക്കാം? അല്ലാഹ് എങ്ങനെ നിങ്ങളോട് പറയുമോ നബിയെ? നിങ്ങളോട് പറയുമോ നബിയെ? പടച്ചുറപ്പേ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ പിന്നീട് കടന്നു വന്നത് ആരാണെന്നറിയോ? പിന്നീട് കടന്നു വന്നത് പടച്ചുറപ്പേ ആരാണെന്നറിയോ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. അലി റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് പടച്ചുറപ്പേ അവിടുന്ന് പറയുകയാ, നബിയെ ദുഃഖിച്ചിരിക്കല്ല നബിയെ, സങ്കടപ്പെടല്ല നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പടച്ചുറപ്പേ പ്രിയപ്പെട്ട ഭർത്താവായ പൊന്നു മരുമകനായ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കരങ്ങൾ പിടിച്ചിട്ട് അവിടുന്ന് പറയുകയാ, അലിയാര് തങ്ങളെ എന്റെ ആയിഷാനെ കുറിച്ചിട്ടോ ഇന്ന് എല്ലാവരും കുറ്റപ്പെടുത്തുകയാണല്ലോ, എല്ലാവരും വ്യഭിചരിച്ചവിടുന്ന് പറയുകയാണല്ലോ. ആയിഷാനെ ഇതാ എല്ലാവരും ഇവിടുന്ന് കളിയാക്കുകയാണോ, എല്ലാവരും ഒറ്റപ്പെടുത്തിയിരിക്കുകയാണോ? എന്റെ ആയിഷ അങ്ങനെ ചെയ്യുമോ അലിയാ? ഇതെന്ന് പറയുമ്പോ അലിയാര് തങ്ങള് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഒരിക്കലുമില്ല നബിയേ, ഒരിക്കലുമില്ല നബിയേ. ഒരു ദിവസം നിങ്ങൾ
തങ്ങൾ ഞങ്ങളുടെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്തോ നമസ്കാരത്തിന് വേണ്ടിയിട്ട് സമയമായപ്പോ നബിയെ നിങ്ങൾ നമസ്കാരത്തിലേക്ക് അങ്ങ് കടന്നുപോയപ്പോ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് പടച്ചറബേ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്ന നബിയെ കാലിൽ കിടക്കുന്ന ചെരുപ്പെന്നോരേ റസൂലേ കാലിന് ചെരുപ്പിടല്ല നബിയെ കാലിന് ചെരുപ്പ് ഊരിയിട്ട് നമസ്കരിക്കണേ നബിയെ. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് ചെരുപ്പ് ഊരിയിട്ട് മാറ്റുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു നബിയെ എന്ത് പറ്റി നബിയെ? അതാ റസൂലുള്ളാഹി അവിടുന്ന് പറയുകയാണ് യാ സഹാബ എന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പുണ്ടല്ലോ എന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പുണ്ടല്ലോ ആ ചെരുപ്പിന്റെ അടിയിൽ നജസ് ഉണ്ടായിരുന്നല്ലോ സഹാബ. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ടോ എന്നോട് ഇത് പറഞ്ഞതെന്ന് എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിക്കുകയാണല്ലോ. അലി റളിയല്ലാഹു തആല ചോദിക്കുകയാണ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് പിന്നെ എങ്ങനെയാ നബിയെ നിങ്ങൾ തെറ്റുകാരാകുന്നത്? ഒരു നജസ് പറ്റിയിട്ട് നിങ്ങളുടെ ചെരുപ്പിന്റെ അടിയിൽ പോലും നജസ് പറ്റിയിട്ടോ ആ നജസിനെ പോലും അറിയിക്കാൻ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞു വിട്ടെങ്കിലോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾ പിന്നെ എങ്ങനെയാണ് ശരീരത്തിന് ശുദ്ധിയില്ലാത്തവളാകുന്നത് മനസ്സുകൊണ്ട് ശുദ്ധിയില്ലാത്തവളാകുന്നത്? അതൊരിക്കലുമില്ല നബിയെ അതൊരിക്കലും തന്നെ ഇല്ല നബിയെ എന്നാണ് എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതാ അവിടെ നിന്ന് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് എന്റെ പ്രിയമുള്ളവരെ അവസാനമായിട്ട് പറയട്ടെയോ അല്ലാഹുവേ അവസാനം അതാ വിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഇറങ്ങിയല്ലോ. പടച്ചറബ്ബേ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കാത്തിരിക്കുകയാണ്. അല്ലാഹു ഒരുപാട് ദിക്റുകൾ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലിയിട്ട് അവിടെ കാത്തിരിക്കുകയാണ്. ഏത് ദിക്റാണെന്നറിയാമോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചൊല്ലിയിരുന്ന ദിക്ർ ഏതെന്നറിയോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ എന്ന് പറയുന്ന പരിശുദ്ധമായ ദിക്ർ ചൊല്ലിയിട്ട് അവിടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതാ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തുകയാണ്. അവിടുന്ന് പൊട്ടി പൊട്ടി കരയുകയാണല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കരച്ചിൽ കണ്ടിട്ടോ അവിടുന്ന് ദിക്ർ ചൊല്ലിട്ടോ എന്റെ പ്രിയമുള്ളവരെ ഈ ദിക്ർ അവിടുന്ന് ചൊല്ലിയതിന്റെ മഹത്വം കൊണ്ടതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്ത് ഇറക്കിയിട്ടുണ്ടല്ലോ. ആയിഷ ബീവിയെ കുറിച്ച് നിങ്ങൾ ഇനി ഒന്നും തന്നെ പറയാൻ പാടില്ല. ആയിഷ തെറ്റുകാരിയല്ല എന്ന് സൂചിപ്പിക്കുന്ന പരിശുദ്ധമായ ഖുർആനായത്തുമായിട്ടോ എന്റെ പ്രിയമുള്ളവരെ ദിവ്യബോധനത്തിന്റെ പടപ്പാട്ടുമായിട്ടോ അതാ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണല്ലോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടോ പടച്ചറബ്ബേ ജിബ്രീൽ തന്നെ ഓതിക്കൊടുക്കുമ്പോ അല്ലാഹുവേ കണ്ണ് നിറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി ഓടുകയാണല്ലോ. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിലേക്ക് അതാ റസൂലുള്ളാഹി ഓടുകയാണ്.
പടച്ചറപ്പേ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിഷ ബീവി ഉണ്ടല്ലോ, ഓരോ സമയത്തും പടച്ചറപ്പേ തന്റെ വീടിന്റെ വെളിയിലേക്ക് കടന്നു വന്നുകൊണ്ട് നോക്കുകയാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വരുന്നുണ്ടോ അല്ലാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വരുന്നുണ്ടോ അല്ലാ. പടച്ചറപ്പേ അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അതാ റസൂലുള്ളാഹി ഓടി വരികയാ, റസൂലുള്ളാഹി ഓടി വരികയാണല്ലോ. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ആയിഷ, അല്ലാഹ് പരിശുദ്ധമായ ഖുർആനിലെ ആയത്തിറക്കിയിട്ടുണ്ട് ആയിഷ, നീ തെറ്റുകാരിയല്ല ആയിഷ, നീ തെറ്റുകാരിയല്ല ആയിഷ എന്നവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണീരോടെ പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണ് നിറയുകയാണോ. പടച്ചറപ്പേ ലോകം മുഴുവനും ആയിഷ ബീബി അംഗീകരിക്കുകയാണോ. അവിടുന്ന് തെറ്റുകൾ പറഞ്ഞവർ, കുറ്റം പറഞ്ഞവർ പടച്ചറപ്പേ എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോഴും അല്ലാഹു കൈവിടാതെ ദിക്റുകൾ ചൊല്ലിട്ടോ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ എന്ന പരിശുദ്ധമായ ദിക്ർ ചൊല്ലിയിട്ട് മുറുകെ പിടിച്ചിരിക്കുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് ഈ ദിക്ർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാനോട് സങ്കടങ്ങൾ പറഞ്ഞപ്പോ സ്വന്തം വാപ്പ കൈവിട്ടപ്പോ, സ്വന്തം ഉമ്മ കൈവിട്ടപ്പോ, ഭർത്താവും പടച്ചറപ്പേ കൂടപ്പിറപ്പുകളും പടച്ചറപ്പേ നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കഴിയൊഴിഞ്ഞപ്പോ അപ്പോഴും അല്ലാഹ് കൈവിട്ടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട വാപ്പ അല്ലാഹു കൈവിട്ടിട്ടില്ലല്ലോ. എന്നിട്ടല്ലേ അല്ലാഹ് ആയത്തിറക്കിയത്, റസൂലുള്ളാഹിനെ കൊണ്ട് പടച്ചറപ്പേ ആയിഷ ബീവിയുടെ മുമ്പിലേക്ക് അല്ലാഹു പറഞ്ഞു വിട്ടതോ. അതുകൊണ്ട് ഈ ദിക്ർ അവിടുന്ന് മനഃപാഠമാക്കിക്കോ. നമുക്കെല്ലാവർക്കും അറിയുന്ന ദിക്റാണല്ലോ. നീ എത്ര വലിയ പ്രയാസത്തിനകപ്പെട്ട് കഴിഞ്ഞാലും, നീ എത്ര വലിയ വിഷമത്തിന്റെ മുമ്പിലൂടെ കടന്നു പോയാലും, പടച്ചറപ്പേ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും നിനക്ക് ഒറ്റക്കെട്ടായിട്ടോ എനിക്കെതിരെ നിന്നാലും ഉമ്മ ഈ ദിക്ർ ചൊല്ലിയിട്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ ദുആ ചെയ്താൽ ഒരാൾക്കും തന്നെ നമ്മെ തകർക്കാൻ കഴിയില്ല, ഒരാൾക്കും തന്നെ നമുക്ക് ഒരിക്കലും തന്നെ നമുക്ക് എതിരെ വരാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, എന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹുവേ എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോ, ഒറ്റപ്പെടുത്തിയപ്പോ അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ എന്ന പരിശുദ്ധമായ ദിക്ർ ചൊല്ലിക്കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പ്രാർത്ഥന നടത്തി. അല്ലാഹു തആല കൈവിട്ടില്ല. തന്റെ വാപ്പ, തന്റെ ഉമ്മ, കൂട്ടുകാര്, നാട്ടുകാര് എല്ലാവരും കഴിയുന്നു. ഭർത്താവ് വരെ തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. പടച്ചറപ്പേ അല്ലാഹു കൈവിട്ടില്ലടാ, അല്ലാഹു കൈവിട്ടില്ല. അതുകൊണ്ട് പ്രയാസത്തിൽ പതറണ്ട. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും പവിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും പവിത്രമാണ്. ഒരിക്കലതാ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് ഒരിക്കൽ റസൂലുള്ളാഹി കടന്നു വരികയാണ്. പടച്ചറപ്പേ, റസൂലുള്ളാഹി വല്ലാതെ ക്ഷീണിച്ചു പോയിട്ടുണ്ടോ? റസൂലുള്ളാഹി ഇവിടുന്ന് വല്ലാതെ ക്ഷീണിച്ചു പോയിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പടച്ചറപ്പേ നേരെ കടന്നു വന്നുകൊണ്ട് ഉമ്മു സുലൈമ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നു, ഉമ്മു സുലൈം, ഞാൻ വല്ലാത്ത വിഷമത്തിനാണ്, വല്ലാത്ത ക്ഷീണത്തിനാണല്ലോ. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു പായ വിരിച്ചു തരുമോ? ക്ഷീണിതനായി കൊണ്ട് കടന്നു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പില് അതാ അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അതാ അവിടുന്ന് പായ വിരിച്ചിട്ട് കൊടുക്കുകയാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇങ്ങനെ കിടക്കുകയാ. ഉമ്മു
സലീം റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിനകത്ത് കിടക്കുന്ന അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അതാ എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് ഉറങ്ങി ഇങ്ങനെ കിടക്കുമ്പോ ചൂട് കാരണത്താൽ റസൂലുള്ളാഹിന്റെ ശരീരത്തിനോട് വല്ലാതെ വിയർപ്പിങ്ങനെ ഒലിക്കുകയാണ്. റസൂലുള്ള അവിടുന്ന് വല്ലാതെ തളർന്നിരിക്കുകയാണല്ലോ. പടച്ചറബേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആയിഷ പടച്ചറബേ ഉമ്മു സലീം റളിയല്ലാഹു തആല അൻഹ പടച്ചറബേ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടോ റസൂലുള്ള ഇങ്ങനെ വല്ലാതെ കിടന്നുറങ്ങുകയാണല്ലോ. അവിടുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ അവിടുന്ന് പടച്ചറബേ പെട്ടെന്ന് ഉണരുകയാണ്. ഞെട്ടി ഉണരുകയാണ്. ഞെട്ടിയുണർന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുമ്പോ പടച്ചറബേ തന്റെ തൊട്ടടുത്തിരിക്കുകയാണ് ഉമ്മു സലീം റളിയല്ലാഹു തആല അൻഹ. ഒരു കുപ്പി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഒരു കുപ്പി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ശരീരത്തിനോട് ഒലിച്ചിറങ്ങുന്ന വിയർപ്പുണ്ടല്ലോ, ഈ വിയർപ്പെടുത്തിട്ടൊരു കുപ്പിക്കകത്തേക്ക് ഉമ്മു സലീം റളിയല്ലാഹു തആല ഇങ്ങനെ ശേഖരിക്കുകയാ. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചോദിക്കുകയാണ്, എന്താണ് ഉമ്മു സലീം, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് മഹദിയായ ഉമ്മു സലീം റളിയല്ലാഹു തആല പറയുകയാണ്, യർജൂ ബറകതക യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ ബറകത്തെടുക്കുകയാണ് നബിയേ, ഞാൻ ബറകത്തെടുക്കുകയാണ് നബിയേ എന്ന് ഇവിടുന്ന് ഉമ്മു സലീം റളിയല്ലാഹു തആല പറയുകയാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് ഇവിടുന്ന് റസൂലുള്ളാഹിനോട് പറയുകയാണ്, നബിയേ ഇതെന്തൊരു സുഗന്ധവാ നബിയേ, അങ്ങയുടെ വിയർപ്പിന് എന്തൊരു സുഗന്ധവാ നബിയേ, ഞങ്ങൾ സുഗന്ധമായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങയുടെ വിയർപ്പിനാണ് നബിയേ. വീണ്ടും ഇവിടുന്ന് ഉമ്മു സലീം റളിയല്ലാഹു തആല പറയുകയാണ്, എന്റെ മക്കൾക്ക് രോഗം വന്നാ അങ്ങയുടെ ശരീരത്തിനകത്ത് നിന്ന് കടന്നു വന്ന പടച്ചറബേ ഈ വിയർപ്പുണ്ടല്ലോ, ഇതെടുത്തിട്ട് എന്റെ മക്കൾക്ക് ഞങ്ങൾ കൊടുക്കുവാൻ നബിയേ, എന്റെ പൊന്നുമക്കൾക്ക് കൊടുക്കും നബിയേ. അവിടെ അസുഖം മാറുന്നുണ്ട് നബിയേ, അവിടെ അസുഖങ്ങൾ മാറുന്നുണ്ട് നബിയേ, അവിടെ വിഷമങ്ങൾ മാറിയിട്ടുണ്ട് നബിയേ എന്നവിടുന്ന് ഉമ്മു സലീം റളിയല്ലാഹു തആല പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ ഇത് റസൂലുള്ളാഹിന്റെ മഹത്വമാണല്ലോ, റസൂലുള്ളാഹിന്റെ മഹത്വമാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പടച്ചറബേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ വിയർപ്പിന്റെ പോലും വല്ലാത്ത മഹത്വമുണ്ട്, അവിടുത്തെ വിയർപ്പിന്റെ പോലും വല്ലാത്ത മഹത്വമുണ്ടെന്ന് അല്ലാഹുവേ അവിടുന്ന് നമ്മെ ചരിത്രങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇത്രത്തോളം മഹത്വമാണ് ഉമ്മ പടച്ചറബേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കണേ ഉമ്മ, ഒന്ന് ചിന്തിച്ച് നോക്കണേ ഉമ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം പവറാണ് കൊടുത്തിട്ടുള്ളത്, എത്രത്തോളം പവറാണ് അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹിനെ തന്റെ ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് വെച്ചോ, റസൂലുള്ളാഹിനെ തന്റെ ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് വെച്ചോ, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിച്ചോ, ഒരുപാട് കഴിയുന്ന ദിക്റുകൾ മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കിക്കോ. അതുകൊണ്ട് അല്ലാഹു നമ്മളെ കൈവിടൂല, അല്ലാഹു തആല നമ്മളെ കൈവിടൂല. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് ചൊല്ലിയ ദിക്ർ, ഈ ദിക്ർ നമ്മൾ മനഃപ്പാഠമാക്കണം, ഇത് നമ്മൾ പഠിക്കണം. ഇത് നമുക്കൊക്കെ അറിയുന്ന ദിക്റാ, ഇത് നമുക്കൊക്കെ അറിയുന്ന ദിക്റാ. ഒരിക്കലും തന്നെ പടച്ചറബേ ദിക്റുകളില്ലാത്ത ഹൃദയമായിട്ട് നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് മാറരുത്. ദിക്റില്ലാത്ത ഹൃദയം മരിച്ചൊരു മയ്യത്തിനെ പോലെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. ഒരു ദിവസം ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്കിലും ഒരു ഇസ്തിഗ്ഫാറെങ്കിലും തുടങ്ങാൻ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.